നമസ്കാരം. 2021 നിയമസഭാ ഇലക്ഷൻ ഉണ്ടായ സമയത്ത് നേമം നിയോജക മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്താനായിട്ട് അവിടെ സ്ഥാനാർത്ഥിയായി വന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള കെ മുരളീധരനായിരുന്നു. അന്ന് മുരളീധരൻ്റെ സാന്നിധ്യം BJPയുടെ ഒരു പരാജയത്തിലേക്ക് വഴി തെളിയിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതേ ഒരു സാഹചര്യം തന്നെ വീണ്ടും 2024 ഈ അല്പ നാളുകൾക്ക് ശേഷം നടക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ തൃശ്ശൂരിൽ BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കോൺഗ്രസ് വീണ്ടും കെ മുരളീധരനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കാം. ഈ സമയത്ത് മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം സുരേഷ് ഗോപിയുടെ വിജയത്തിനെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ വോട്ടർമാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് കോൺഗ്രസ് ഇവിടെ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കാം. എന്താണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെയല്ല. ഇവിടെ എല്ലാവർക്കും അറിയാം, മോദിയുടെ പുതിയ കേരളം, മോദി ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ട് തന്നെ സുരേഷ് ഗോപി ജയിച്ച കേന്ദ്രമന്ത്രി ആവുമെന്നും അതുപോലെ തന്നെ സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ, ഇവിടെ സേവന പ്രവർത്തനങ്ങൾ, കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ, സഹായങ്ങൾ, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ LDFനും UDFനും ഈ മണ്ഡലത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പരിപൂർണമായിട്ടും സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അദ്ദേഹം തന്നെയാണ് ഇവിടെ MP ആയിട്ട് വരികയുള്ളൂ. ഇപ്പോൾ കെ മുരളീധരൻ്റെ സാന്നിധ്യം അത് BJPയുടെ ഒരു വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ഒരു തകർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കെ മുരളീധരൻ എനിക്ക് തോന്നുന്നത് ആളുടെ സാന്നിധ്യമൊന്നും ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ഇപ്പോഴും അതിൻ്റെ വർക്കൊന്നും ഉഷാറായിട്ട് വന്നിട്ടില്ല. വലിയ ഇതൊന്നുമില്ല. അത് തന്നെയല്ല അവരുടെ ലക്ഷ്യം. ഇതിൻ്റെ പുറകിൽ വല്ല വോട്ട് കച്ചവടം ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ഈ സാഹചര്യമായിട്ട് പോലും നല്ല രീതിയിലുള്ളൊരു വർക്ക് നടന്നിട്ടില്ല. പിന്നെ എന്താണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. കോൺഗ്രസിൻ്റെ മുഴുവൻ പ്രവർത്തകരും പഴയ രീതിയിലുള്ളൊരു ആവേശമൊന്നും കാണാനില്ല. പോസ്റ്ററുകളും പ്രചരണങ്ങളും തന്നെ ഒരു രംഗത്തും കയറിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നേമത്തെ തെരഞ്ഞെടുപ്പിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള അവിഹിത കൂട്ടുകെട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം എന്നുള്ളതിന് ഒരു തടസ്സമായിട്ട് വരാനുള്ള സാധ്യത ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുണ്ടാവാൻ സാധ്യതയുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവില്ല. ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി 100% ഗ്യാരണ്ടിയാണ്. കാരണം അത് ഇവിടുത്തെ കേരളത്തിലെ അല്ല തൃശ്ശൂരിലെ മുഴുവൻ ജനങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ള, പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾ. നമുക്ക് അദ്ദേഹം വരുമ്പോഴും അദ്ദേഹത്തോടുള്ള സ്ത്രീ ജനങ്ങളുടെ സമീപനവും മറ്റു ഇടതുപക്ഷ സഹയാത്രികളടക്കം ഈ വർഷം ഒരു സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ളൊരു വോട്ടിംഗ് പാറ്റേൺ ആണ് ഉണ്ടാകാൻ പോകുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് VS സുനിൽകുമാർ എന്തെങ്കിലും അവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മളിതുവരെ അദ്ദേഹത്തെ ഈ സമരരംഗത്തോ പോർമുഖത്തോ ഒന്നും കണ്ടിട്ടുമില്ല. ഈ വിഷയങ്ങളുണ്ടായി ഒരു വർഷക്കാലം നീണ്ട പോരാട്ടങ്ങളും ഇവിടെ നടന്നപ്പോഴും ഇദ്ദേഹത്തെ ഈ പരിസരത്തൊന്നും നമ്മളാരും കണ്ടിട്ടുമില്ല. അപ്പോൾ പാവപ്പെട്ട ആളുകൾ വോട്ട് ചോദിക്കാനുള്ള അവകാശം ആൾക്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, സാധാരണക്കാരൻ്റെ ഒരു വിഷയത്തിനും CPI അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ ദേശീയ പ്രസ്ഥാനമായിട്ടുള്ള CPI ഒന്നും നിന്നിട്ടില്ല. CPIയുടെ ഒരു നിലപാടും എടുത്തിട്ടില്ല. കരിവന്നൂർ സർവീസറിൻ്റെ ബാങ്കിൽ CPIയുടെ ആളുകൾ വരെ ഈ കേസിനകത്ത് പ്രതിയായി അകത്ത് പോയി. പക്ഷേ CPI ഇവിടുത്തെ സാധാരണക്കാരെ സഹായിക്കാനുള്ള ഒരു നീക്കവും എടുത്തിട്ടില്ല. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഹരി. ചേട്ടാ, ഇപ്പോൾ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയ സാധ്യതയായിരിക്കണം. ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ സുരേഷ് ഗോപിക്കാണ് സാധ്യത നിൽക്കുന്നത്. അതെല്ലാ ജാതി മതഭേദമന്യേ ആളെ ജയിപ്പിക്കാൻ എല്ലാവരും മാനസികമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും സാധ്യത സുരേഷ് ഗോപിക്ക് തന്നെ. കെ മുരളീധരനോട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കാണല്ലോ. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമത്ത് BJP പരാജയപ്പെടാനുണ്ടായ ഒരു കാരണക്കാരൻ ആളൊരു സ്ഥാനാർത്ഥിത്വമായിരുന്നു. ആ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എനിക്ക് ഇങ്ങനെ പൊളിറ്റിക്കലായിട്ട് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളാണ്. വ്യക്തിപരമായിട്ട് ഞാൻ സുരേഷ് ഗോപിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ രാഷ്ട്രീയമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. സുരേഷ് ഗോപിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? അയാളുടെ വ്യക്തിത്വവും പിന്നെ അയാൾ പറയുന്ന ഓരോ നിലപാടുകളും അയാൾ എടുക്കുന്ന ഡിസിഷൻസൊക്കെ വളരെ പ്രോപ്പറായിട്ട് തോന്നി. പിന്നെ അയാൾ മറ്റുള്ള വേറെ കാര്യങ്ങളൊന്നും നോക്കാതെ ജനങ്ങളെ പബ്ലിക്കിനെ നന്നായിട്ട് സേവിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്രമാത്രം. ചേട്ടാ, ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അഭിപ്രായം? എൻ്റെ ഭാഗ്യവശാൽ എൻ്റെ സാമ്പത്തികമൊന്നും അതിനകത്തില്ല. പക്ഷെ ആർക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് വെച്ചാൽ അവരെല്ലാം പണിയെടുത്ത കാശാണല്ലോ അവിടെ കൊണ്ടിട്ടേക്കുന്നത്. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ ഗവൺമെൻറ്റും ശ്രദ്ധിക്കണം,
ഇനി വരുന്ന ഗവൺമെൻറ്റും ഇനി വരുന്ന വ്യക്തികളും അതിനുവേണ്ടി വ്യക്തമായിട്ടും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ എല്ലാ ജനങ്ങൾക്കും പ്രത്യേകിച്ച് കരുവിനൊരു ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഉപകാരമായിരിക്കും. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിലുള്ള ബാങ്ക് തട്ടിപ്പ് കേസുകൾ മുഴുവൻ പുറത്തു കൊണ്ടുവരുമെന്ന്. അതിൽ പ്രതീക്ഷയുണ്ടോ? മോദി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടത്തുന്ന ഒരു തീരുമാനം എടുക്കുന്ന ആളാണ്. അയാൾ പറയുന്ന കാര്യങ്ങൾ അയാൾ നടത്തിയിരിക്കും. ആ ഒരു ഫോളോ അപ്പ് സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ ഇതിന് പരിഹാരമാവും? പരിഹരിക്കണം. ഓക്കെ, ആര് ജയിച്ചാലും ഈ കരുവിനൊരു തട്ടിപ്പ് കേസ് കണ്ടെത്തണം. കാശ് പോയ ആൾക്കാർക്ക് അത് സാമ്പത്തികം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കിട്ടണം. അത്രയേ ഉള്ളൂ. ഓക്കെ, ശരി, താങ്ക് യു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടറാണോ? അതെ അതെ അതെ. ഇവിടെ ആർക്കാണ് വിജയസാധ്യത? വിജയസാധ്യത ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാവരും ജനപക്ഷമായിട്ട് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിക്കാണ് സാധ്യത കാണുന്നത്. അല്ല, ആള് ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എപ്പോഴും എത്തിച്ചേരുന്നത് വളരെ നല്ല പ്രവൃത്തികളിൽ എത്തിച്ചേരുന്നത്, അല്ലാതെ മറ്റുള്ളവരെ കൂട്ട് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്ന ആളല്ല. അത് ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് എല്ലാ കാര്യങ്ങളും. മറ്റുള്ളവർ ഒരു കാര്യം പറയുന്നു, പിന്നെ അത് പ്രവൃത്തിയിൽ വരുന്നില്ല. അത് ഇപ്പോൾ താങ്കൾക്ക് പറയുന്നതല്ലേ കാര്യങ്ങൾ. സാധ്യത സുരേഷ് ഗോപി. ചേട്ടാ, ഇവിടെ കെ മുരളീധരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കാണല്ലോ. ഇപ്പൊ നേമം നിയോജക മണ്ഡലത്തിൽ 2021 നിയമസഭാ ഇലക്ഷനിൽ അവിടെ BJPയുടെ പരാജയത്തിന് കാരണക്കാരനായത് ഇദ്ദേഹമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം തൃശ്ശൂരിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണോ മുരളീധരനോട് സ്ഥാനാർത്ഥിയായിരിക്കും? ഒരിക്കലും പറ്റില്ല. കാരണം ജനങ്ങളെന്നും സുരേഷ് ഗോപിയുടെ കൂടെയാണ്. അതിപ്പോൾ നമുക്ക് എന്നു പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഇലക്ഷന് നമുക്കത് കണ്ടറിയാൻ തന്നെ പറ്റും സുരേഷ് ഗോപി വിജയിക്കുന്നുള്ളത്. അല്ലാണ്ട് മുരളീധരനൊന്നും ഇതിൽ ഒരിക്കലും നമുക്ക് തടസ്സമായിട്ട് നിൽക്കില്ല. ഇപ്പോൾ ഇവിടുത്തെ മുസ്ലിം വോട്ട് വലിയ തരത്തിൽ വെച്ചാൽ ഏകദേശം ഒരു 70% മുകളിലും നേടിയിരുന്നത് TN പ്രതാപനാണ് കഴിഞ്ഞ ഇലക്ഷനിൽ. അപ്പോൾ ഇപ്പോൾ TN പ്രതാപനിവിടെ സ്ഥാനാർത്ഥിയല്ല. കെ മുരളീധരനെ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിനിടയിൽ കാര്യമായിട്ടുള്ള സ്വാധീനവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന് വലിയ രീതിയിൽ മുസ്ലിം വോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ. അത് BJPയുടെ പരാജയത്തിന് കാരണമാവാൻ സാധ്യതയുണ്ട്? BJPയുടെ പരാജയത്തിന് ഒരിക്കലും അത് കാരണമാവില്ല. കാരണം ന്യൂനപക്ഷമാണെങ്കിലും ഇപ്പോൾ സാധാരണ ജനങ്ങൾ നമ്മുടെ മറ്റുള്ളത് നോക്കുകയാണെങ്കിലും സുരേഷ് ഗോപിയുടെ കൂടെയാണ് ഇപ്പോൾ എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ വി മുരളീധരൻ, സുനിൽകുമാർ അവരിലേക്കൊന്നും ഒരിക്കലും ജനം ഇനി മാറ്റി ചിന്തിക്കില്ല. ഇനി എപ്പോഴും സുരേഷ് ഗോപിക്ക് എന്നുള്ളതിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മുടെ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുണ്ടല്ലോ, അതിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സുനിൽകുമാർ അദ്ദേഹം എന്തെങ്കിലും ഈ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്ത് ചെയ്തു എന്നുള്ളത് താങ്കൾക്കും അറിയാം, നമുക്കും അറിയാം. അദ്ദേഹം ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് ഈ ഇലക്ഷൻ വന്നപ്പോൾ മാത്രമല്ലേ പ്രത്യക്ഷപ്പെട്ടത്. കരുവന്നൂർ എന്ന് പറഞ്ഞ ഒരു വാക്ക് ആൾ ഉച്ചരിക്കുന്നത് തന്നെ അത് ഇപ്പോഴാണ്. അല്ലാണ്ട് ജനങ്ങൾ അയാളെ കണ്ടിട്ടുണ്ടോ? ഈ കരുവന്നൂർ ബാങ്കിൻ്റെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രതാപനെ കണ്ടിട്ടുണ്ടോ? ഒരാളും എത്തിയിട്ടില്ല. പ്രതാപം വന്നത് അന്ന് കരുവന്നൂർ ബാങ്കിലെ ഒരു തലപ്പിള്ള ഒരാൾ മരിച്ചതിന് ശേഷം അവരെ വീട്ടിൽ വന്നു, ഞാൻ വേണ്ട സഹായങ്ങൾ ചെയ്യാം, നിങ്ങൾക്ക് അമ്മയ്ക്ക് വേണ്ട മരുന്ന് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാവരുമാണ് അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്തതും അത് ഇപ്പോൾ പൊക്കിക്കൊണ്ടുവന്നതും. താങ്കൾക്ക് അറിയുന്നതല്ലേ കാര്യങ്ങളൊക്കെ. അല്ലാതെ ഈ നമ്മുടെ സുനിൽകുമാർ ആയാലും പ്രതാപനായാലും ഞാനോ നിങ്ങളോ കണ്ടിട്ടില്ല. ഈ ഇലക്ഷൻ ആയപ്പോഴാണ് ഇവരെല്ലാം ഇവിടേക്ക് പൊന്തി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും ഗുണം ചെയ്യും. തീർച്ചയായിട്ടും അദ്ദേഹം ജയിക്കും. തീർച്ചയായിട്ടും എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെയല്ലേ.